പ്രപഞ്ചം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. ഡാർക്ക് എനർജി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? നമ്മൾക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അല്ലേ? ഡാർക്ക് എനർജി എന്താണ്? ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എനർജിയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാനോ ഒന്നിനും പറ്റില്ല. 1998 നടത്തിയ എക്സ്പെരിമെന്റ് പ്രകാരം നമ്മുടെ യൂണിവേഴ്സ് ക്രമേണ വേഗതയോടുകൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികം അല്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ഒരു എക്സ്പാൻഷനെ സ്പീഡ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അജ്ഞാത ശക്തിയാണ് ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിൻ്റെ 68% ഡാർക്ക് എനർജിയാണ്. ബാക്കി ഈ ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയൊക്കെ ചേർന്ന് സാധാരണ ദ്രവ്യം വെറും 5% മാത്രമാണ്. മറ്റുള്ളത് ഡാർക്ക് മാറ്റർ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുവരെ ഡാർക്ക് എനർജി എവിടെ നിന്നും പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി, ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ യൂണിവേഴ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എനർജിയാണ് ഡാർക്ക് എനർജി. ഇനി നമ്മുടെ യൂണിവേഴ്സിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനലിലുണ്ട്, കയറി നോക്കുക.